അല്ലടാ തവണ നമ്മുടെ ആശാന് സീറ്റ് ഉണ്ടാവും. പിന്നല്ല ആശാൻ എന്തായാലും ഉണ്ടാവും. ഉറപ്പാണോ? ഉറപ്പ്. കഴിഞ്ഞ തവണ ഒരു പണിയൊന്നുമല്ലേ, തവണ എന്തായാലും കിട്ടും. പക്ഷെ കോമഡി എന്താണെന്നറിയൂ, ഇപ്രാവശ്യം വീഡിയോ പാർട്ടിക്കാരില്ലേ, അവരിറക്കിയേക്കണ മൊത്തം സിനിമാക്കാര്. എന്ത് കണ്ടിട്ടാണ് ഇറക്കിയേക്കണെന്ന് അവർക്കേ അറിയൂ. ഈ സെലിബ്രിറ്റി പരിവേഷം കൊണ്ടൊന്നും ഒരു കാര്യമില്ലടാ. നമ്മളെ പോലെ എത്രയോ യൂത്തന്മാരോട് നിൽക്കുന്നുണ്ട്. സത്യം. അല്ല ഇവരിനെയൊക്കെ കണ്ടിട്ട് ജനം വോട്ട് ചെയ്യൂ. തവണ ഏതോ ഒരു നിഖിൽമാരാരോ അങ്ങനെ ആരെയോ നിർത്തിയേക്കണേ. ഞാനത് കേട്ടായിരുന്നു. അവനൊക്കെ എന്ത് കാണിക്കാനാണ്? കാണിക്കും. പ്ലാറ്റ്ഫോമിൽ കാണിക്കേണ്ടത് പബ്ലിക്കായിട്ട് കാണിക്കാൻ പറ്റൂലല്ലോ. തവണ നമ്മുടെ ആശാൻ തന്നെ ജയിക്കില്ലേ? ജയിക്കുന്നതാണ് എന്റെ ഒരു ഇത്. കഴിഞ്ഞ 10 തൊട്ട് അല്ലേ തോറ്റുന്നത്? ആ 10 തൊട്ട് തവണ എന്തായാലും പിടിക്കും. സീറ്റ് കിട്ടിയാൽ മതി, അതാണ് ആദ്യം. സീറ്റ് കിട്ടിയ നമ്മൾ ആരാ? നീ ഒരു കാര്യം ചെയ്യും, ആ ഗോപാലൻ സാറൊന്ന് വിളിച്ചു നോക്ക്, എന്താ സ്ഥിതി എന്നറിയാലോ. ശരി, നോക്കട്ടെ. എന്തായി നമ്മുടെ പാർട്ടിയുടെ? ഇതുവരെ നിർണയിച്ചിട്ടില്ല, കുറച്ചുകൂടി ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരും. ഞാൻ നോക്കിയിട്ട് അപ്ഡേറ്റ് ചെയ്യാം. മതി മതി മതി, പെട്ടെന്ന് തന്നെ വിളിക്കണേ അറിഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെ ആവട്ടെ, ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ ഓക്കെ, ശരി. ഇതുവരെ സ്ഥാനാർത്ഥി നിശ്ചയിച്ചിട്ടില്ലടാ. അറിഞ്ഞു കഴിഞ്ഞാൽ ഒരു ടെൻഷൻ പോയി. ടെൻഷന്റെ ആവശ്യമില്ല, ഇത്തവണ എന്തായാലും നമ്മുടെ ആശാനെ കിട്ടും, അതിലൊരു കാര്യം പേടിക്കണ്ട. അല്ല ദേവിക്ക് സീറ്റ് ഉണ്ടാവും? അതെന്തായാലും കിട്ടില്ല, ഇത്തവണ നമ്മുടെ ആശാൻ തോന്നും. അതാണ് വേണ്ടത്. ഒന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഒരു ടെൻഷൻ ഉണ്ടാവും. വിളിക്കുന്നുണ്ടാ? നോക്ക്. ഹലോ, എന്തായി? സഹായദാസ്, ഒരു ചെറിയ പ്രശ്നമുണ്ടല്ലോ. എന്ത് പറ്റി? വാസുവശാന് ഇത്തവണ സീറ്റ് ഇല്ല. ഒന്നുകൂടി ഒന്ന് നോക്കി. എങ്ങനെ നോക്കിയാലും വാസുവശാന് ഇത്തവണ സീറ്റ് ഇല്ല. പിന്നെ ആരെയും നിർത്തിയേക്കുന്നേ? ഇത്തവണയും സുഗുണ നേതാവിനെ തന്നെ നിർത്താനാണ് പാർട്ടിയുടെ തീരുമാനം. വാസുവശാനെ നിർത്തിയ ഇത്തവണയും നോക്കുമെന്ന പാർട്ടിയുടെ മുതിർന്ന നേതാക്കന്മാര് പറയുന്നത്. എന്നാലും ഒന്നുകൂടി നോക്കാൻ പറ്റുമോ? എങ്ങനെ നോക്കിയാലും വാസുവശാൻ ഇത്തവണ മത്സരിക്കുന്നില്ല. എന്താടാ? പാർട്ടിയുടെ തീരുമാനത്തെ നമുക്ക് ചോദ്യം ചെയ്യാൻ പറ്റില്ലല്ലോ. ശരി. നമ്മുടെ ആശാന് സീറ്റില്ലെന്ന് പറഞ്ഞു. നീ എന്താ പറയണേ? എടാ എന്താ ചെയ്യാ? ഒന്നാമതേ നമ്മളെ കാര്യം വെള്ളത്തിൽ വെച്ച വര പോലെ, ഇനി സീറ്റും കൂടി ഇല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് ആലോചിക്കാൻ കൂടി വയ്യ. ഇതിപ്പോ ഞാൻ ആശാനോട് എങ്ങനെ പറയും? അതോർത്തിട്ട് എനിക്ക് ആകെ ടെൻഷൻ. ആശാൻ തറ നാട് വിട്ടു പോവും. അല്ലാത്ത പണിയായില്ല. ആരടാ? ഒരു മിനിറ്റ്. ഹലോ സഹായദാസ്, വേറൊരു വലിയ പ്രശ്നമുണ്ടല്ലോ. എന്താ? KDUവിന്റെ ഇത്തവണത്തെ സ്ഥാനാർത്ഥി ദേവകി വാസുദേവനാ. അങ്ങനെയാണെങ്കിൽ ഇത്തവണത്തെ വിജയ് ദേവകി വാസുദേവനായിരിക്കും. ചേടാ, അതിപ്പോ വലിയ പണിയായില്ലോ. എങ്ങനെ നോക്കിയാലും ദേവകിക്കാണ് ഈ മണ്ഡലത്തിൽ മുൻതൂക്കം. ചേടാ, ആശാൻ എങ്ങനെ അറിഞ്ഞത്? ഞാൻ വിളിക്കാം. ഞാൻ എന്തായാലും ദേവി മെമ്പറുടെ കൂടെ പോവാ. ശരി. എന്താടാ? എടാ, വലിയൊരു പണി കിട്ടി. നമ്മുടെ ദേവിക മെമ്പർക്ക് സീറ്റ്. നാട്ടിൽ നിൽക്കാൻ പറ്റില്ല. ഞാനിങ്ങോട്ട് നാട് വിടുക. ഇനിയൂടെ എന്നാ ശരിയാവില്ലടാ. നമ്മുടെ ആശാന്റെ കാര്യം. നീ എന്ത് ചെയ്യണം കൂട്ടണേ? അല്ല ഞാനും നമുക്ക് നാട് വിടണ കാര്യം ആലോചിച്ച. നീ ഒറ്റയ്ക്കാണ് നാട് വിട്ടാൽ മതി, ഞാൻ ഒറ്റയ്ക്ക് നാട് വിട്ടോളാം. അല്ലാണ്ട് നടക്കൂല. മെമ്പർ മറ്റേ ജയിച്ചു കഴിഞ്ഞാൽ നാട്ടിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാവും. ഹലോ. കൺഗ്രാജുലേഷൻസ് മെമ്പറെ, കൺഗ്രാജുലേഷൻസ്. താങ്ക് യുടാ. പക്ഷെ എനിക്കൊരു മനപ്രയാസം. എന്ത് പറ്റി മെമ്പറെ? എന്താണ് പ്രശ്നം? നീയും കൂടെ ഇവിടെ വേണ്ടതായിരുന്നു. മെമ്പറല്ലേ പറഞ്ഞത് ഞാൻ ഒളിവിൽ പോവാൻ. എനിക്കിപ്പോ ആ കാര്യം ഓർക്കുമ്പോ ഭയങ്കര വിഷമമുണ്ടാ. നിന്നെ പറഞ്ഞു വിടാണ്ടായിരുന്നു എന്ന് തോന്നുന്നു. അതാണ് മെമ്പറെ എല്ലാരും പറയണത്. കർമ്മ ഈസ് ജസ്പ്രീത് ബൂമറ. അല്ല, കർമ്മ ഈസ് ബൂമറാങ് അങ്ങനെ എന്തോ ആണല്ലോ. എന്ത് ബൂമറാങ് ആയാലും ആ ബൂമറാങ് പോലെ തന്നെ നീ പോയ പോലെ ഇങ്ങനെ തിരിച്ചു വന്നാൽ മതിയായിരുന്നു. എനിക്കിപ്പോ അതാ ഇഷ്ടം. നീ ഇവിടെ എൻ്റെ കൂടെ ഇല്ലെങ്കിൽ എനിക്കൊരു മനസമാധാനവും ഇല്ല. എന്തെങ്കിലുമൊക്കെ വിവരക്കേട് പറയുമെങ്കിലും നീ ഉള്ളത് തന്നെയാടാ എന്റെ ബലം. അത് കുഴപ്പമില്ല മെമ്പറെ, ഞാനിപ്പോ അങ്ങോട്ട് വരൂലേ. എന്തായാലും മെമ്പറിന് സീറ്റ് കിട്ടിയല്ലോ. ഇനിയിപ്പോ ഞാൻ അങ്ങോട്ട് ഉടനെ വന്ന് അവിടത്തെ കാര്യങ്ങളെല്ലാം അങ്ങോട്ട് സെറ്റ് ആക്കിക്കോളാം. ഓ, എന്നാ വേഗം നീ പെട്ടി പാക്ക് ചെയ്ത് വെച്ചോ ഇങ്ങോട്ട് പോരാനായിട്ട്. ഓക്കെ, ശരിയടാ. മെമ്പർ ഇവിടെ ഇരുന്നാ മതി, പ്രചരണം തുടങ്ങണ്ടേ? ഇത് പറയാ നീയാടാ? നിന്നോട് തന്നെയാ. മെമ്പർ സൂര്യത്താണ്. അതറിയാം. നീ എന്നെ വിളിക്കേണ്ട കാര്യം എന്ത്? എന്താ മെമ്പർ, നമ്മളൊക്കെ ഒരേ കുടുംബം പോലെ ഇവിടെ കഴിഞ്ഞിട്ട് ഇപ്പൊ അങ്ങനെ പറയണത്? ഒരേ കുടുംബം പോലെ കഴിഞ്ഞിട്ടുണ്ടാവും, പക്ഷെ ഒരേ പാർട്ടിക്കാരല്ലല്ലോ. അങ്ങനെയൊന്നുമില്ല മെമ്പർ, ഞാനും എപ്പോഴും മെമ്പറെ സപ്പോർട്ട് ചെയ്ത്. ഞാനിപ്പോ നിൽക്കണോണ്ട് അങ്ങനെയൊന്നും പറയല്ലേ.
അല്ല. നീ എന്നെ സപ്പോർട്ട് ചെയ്തെന്ന് ഞാൻ വിശ്വസിച്ചു. ഓ എന്റെ മെമ്പറെ, ഈ മെമ്പറിന് അറിയാത്ത കുറെ കാര്യമുണ്ട്. ഞാൻ എപ്പോഴും മെമ്പറിന്റെ ഒപ്പം മാത്രമേ നിന്നിട്ടുള്ളൂ. ഇപ്പൊ നല്ലൊരു കാര്യം ഞാനല്ല ആദ്യം ഓടി എത്തി മെമ്പറിന്റെ അടുത്ത്. മെമ്പറിന് അറിയാവുന്ന ഒരു കാര്യമുണ്ട്, അത് പറയട്ടെ. നീ എന്റെ കെട്ടിയോന്റെ പാർട്ടിക്കാരനാണെന്നുള്ളത്, അതായത് എന്റെ എതിർ പാർട്ടിക്കാരൻ. നീ എന്നെ ഇപ്പൊ വന്ന് വിളിക്കേണ്ട കാര്യം എന്തുവാ? മെമ്പറെ, ഞാൻ ഒരു സീരിയസ് ആയ കാര്യം പറയട്ടെ. നമ്മളെല്ലാവരും കുടുംബം പോലെ ഞാൻ കണ്ടിട്ടുള്ളൂ. അതുകൊണ്ട് മെമ്പറിനൊപ്പം നിൽക്കുന്നുണ്ട്, മെമ്പറിന്റെ ഹസ്ബൻഡിന്റെ ഒപ്പം നിൽക്കുന്നുണ്ട്. അത് പറഞ്ഞിട്ട് ഞാൻ ഹസ്ബൻഡിന്റെ ഒപ്പം മാത്രം നിൽക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര മോശമാണ്. എനിക്ക് ഭയങ്കര. അല്ല, നീ ഇപ്പൊ എന്റെ കൂടെ കൂടിയിട്ട് എന്ത് കാര്യത്തിന്? മെമ്പറെ, എന്തൊക്കെ കാര്യമുണ്ട് ഇനി. മെമ്പറിന് സീറ്റ് കിട്ടി, അതന്നെ എത്ര സന്തോഷത്തോടെ ഞാൻ അവിടെ വന്നു അറിയാം മെമ്പറിന്റെ അടുത്ത്. അതിപ്പോ എന്റെ കെട്ടിയോന് കിട്ടിയിരുന്നെങ്കിൽ നീ അങ്ങനെ കൂടെ പോകത്തില്ലായിരുന്നു, സന്തോഷമാണെന്നും പറഞ്ഞു. അങ്ങനെയല്ല മെമ്പറെ, പിന്നെ എങ്ങനെ? നമ്മള് അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. അല്ല, റാണിയുടെ റാണി ഇവിടെ ഉണ്ട്. അല്ല മെമ്പർ എന്തെങ്കിലും ഇരിക്കണം. നമുക്കിനി എന്തൊക്കെ പരിപാടി, ഫോട്ടോഷൂട്ട് ചെയ്യണം, ഫ്ലക്സ് അടിക്കണം, പിന്നെ മാല. എടാ, മറുകണ്ട ജാടി ഇങ്ങോട്ട് വന്നവനെ ഞാൻ എങ്ങനെ വിശ്വസിക്കും? എന്താ മെമ്പർ വീണ്ടും പഴയ തന്നെ. മെമ്പർ നല്ല കാലം വന്നപ്പോ ഞാൻ ഒപ്പം നിൽക്കുന്നു. അതാ ചോദിച്ചത്. എനിക്കൊരു നല്ല കാലം വന്നപ്പോ എന്റെ കെട്ടിയന്റെ അടുത്തുനിന്ന് വിട്ട് നീ എന്റെ അടുക്കലേക്ക് വന്നു. ഇനി പുള്ളിക്ക് ഒരു സീറ്റ് കിട്ടിയിരുന്നെങ്കിൽ നീ എന്നെ തിരിഞ്ഞു നോക്കുമായിരുന്നോ? അയ്യോ, മെമ്പർ എന്നെ തെറ്റിദ്ധരിച്ചേക്കാണ്. ഞാൻ എപ്പോഴും മെമ്പറിന്റെ വന്നിട്ടുണ്ട്. അതെനിക്കറിയാം. ഏത് വഴി എങ്ങനെ പാര വെക്കണമെന്ന് എന്നെ അങ്ങേരുമായിട്ട് ആലോചിച്ച് കൂടിയാലോചന നടത്തി കവലയിൽ എനിക്കെതിരെ പ്രസംഗം സംഘടിപ്പിക്കുക, പ്രതിഷേധം സംഘടിപ്പിക്കുക, ഇതൊക്കെയല്ലേ നിങ്ങളുടെ കലാപരിപാടി? അയ്യോ, അത് ഞാനല്ല, അതാ സഹായദാസ. ഞാൻ എപ്പോഴും മെമ്പറിന്റെ ഒപ്പം മാത്രമേ വന്നിട്ടുള്ളൂ. മെമ്പർ എങ്ങനെ വിശ്വസിക്കുമെന്ന് ആലോചിക്കും. എന്നാലും എനിക്കിപ്പോ ഒരു ആളിന്റെ ഒരു ആവശ്യമുണ്ട്. കാര്യം എന്റെ കൊച്ചാപ്പി ഇവിടെ ഇല്ലല്ലോ. അതാണ് മെമ്പറെ ഞാൻ. ഇനി എന്തൊക്കെ പരിപാടി ഉണ്ട്. ബക്കറ്റ് മേടിക്കണം, ജനങ്ങളിൽ നിന്ന് പൈസ പിരിക്കണം, ഫ്ലക്സ് അടിക്കണം. ഇനി മുതൽ മെമ്പറിന്റെ ഒപ്പം ഏതിനും ലെഫ്റ്റും റൈറ്റും എല്ലാം പറഞ്ഞോ. മെമ്പർ ഒന്നും പണയണ്ട. ഞാൻ ഒരെണ്ണം പോയപ്പോ വരുന്നുണ്ടല്ലോ അടുത്ത മാരണം. അഭിവാദ്യങ്ങൾ, അഭിവാദ്യങ്ങൾ, 100 ചുവപ്പൻ അഭിവാദ്യങ്ങൾ. നിർത്ത്. ഞാൻ ചോപ്പിന്റെ ആളല്ല, അത് നിങ്ങളുടെ നേതാവ് എന്റെ കെട്ടിയൻ വാസുദേവൻ. എന്റേത് വിളിക്കുന്നത് എങ്ങനെയാണെന്നറിയാവോ? ധീരേ വീരേ നേതാവേ, ധീരതയോടെ നയിച്ചോളൂ. ധീരേ വീരേ നേതാവേ, ധീരതയോടെ നയിച്ചോളൂ. ധീരേ വീരേ നേതാവേ. അത് കഴിക്കും. ഇപ്പൊ എന്താ ഇങ്ങോട്ട് എഴുന്നള്ളിയതിന്റെ ഉദ്ദേശം മനസ്സിലായില്ല? എന്താ? അല്ല, മെമ്പറാണല്ലോ ഇനി ഇവിടെ ഭരിക്കാൻ പോകുന്നത്. അല്ല, നിങ്ങൾ കൂടോടെ ഇളകി ഇങ്ങോട്ട് പോകുന്നു. അല്ല മെമ്പറെ, ഈ നാടിന് നല്ല ചെയ്യണല്ലോ. അപ്പൊ നാടിന് നല്ലത് ചെയ്യുന്നവരുടെ കൂടെ നിൽക്കുക എന്നുള്ളതാണ് ഈ സഹായദാസിന്റെ. അങ്ങനെയുള്ള തീരുമാനങ്ങളൊക്കെ എപ്പോ എടുത്തു? എന്റെ പേരെന്താ? സഹായദാസ്. അതിൽ തന്നെയുണ്ട്. നാട് മൊത്തം സഹായിക്കും. ആരും സഹായിക്കുന്നു അവരെ കൂടെ നിൽക്കും. അത് പേരിട്ടപ്പോ നിന്റെ അച്ഛനും അമ്മയ്ക്ക് എന്തോ അബദ്ധം പറ്റിയതാ. അങ്ങനെ പറയില്ല. പേരുമായിട്ട് നിന്റെ ജീവിതത്തിന് ഒരു സാമ്യവും ഇല്ല. എന്താ മെമ്പർ അങ്ങനെയൊക്കെ പറയുന്നത്? ഞാൻ ഇവിടുത്തെ റേഷൻ കാർഡിൽ ഇല്ലാന്നല്ലേ ഉള്ളൂ. ഇവിടുത്തെ ഒരു അംഗമല്ലേ. റേഷൻ കാർഡിൽ ഇല്ലാന്നല്ലേ ഉള്ളൂ, അംഗമല്ലേ എന്ന്. അങ്ങനെ ഞാൻ കൂട്ടിയിട്ടില്ല. എന്റെ കെട്ടിയും ചിലപ്പോ കൂട്ടി കാണുമായിരിക്കും. അല്ല മെമ്പറെ, മെമ്പറെ കൂടെ നിന്ന് എനിക്ക് ഒരുപാട് പ്രവർത്തിക്കാൻ പറ്റും. ആ പാർട്ടിയിൽ നിന്ന് ഒന്നുമില്ല, വെറുതെ അങ്ങോട്ട് നടക്കുക ഇങ്ങോട്ട് നടക്കുക. മെമ്പറെ കൂടെ നിന്ന് കഴിഞ്ഞാൽ നെഞ്ചും വിരിച്ച് ഇങ്ങനെ നടക്കാം. ഇതൊക്കെ നിനക്ക് ഇപ്പോഴാണോ മനസ്സിലായത്? അല്ല, അത് ഇപ്പോഴാണ് വെളിവ് വന്നത്. ഞാൻ അങ്ങനെ വെളിവ് വരണമെങ്കിൽ എന്നെ പോലുള്ള നേതാവിന്റെ കൂടെ നിൽക്കണം. ഇരുന്ന് മെമ്പറുടെ വലം കൈയായി ഇനി ഞാനുണ്ടാവും. ഈ സഹായദാസ് വേറെ ആരും കൂട്ടരുതിട്ടാ. ആ തെണ്ടി മറ്റം വരും. അവനെ സ്പൈ. അയ്യോ, അവൻ നിന്നെക്കാളും മുന്നേ വന്നിട്ട് പോയി. ഞാൻ പറഞ്ഞു, എന്റെ കൂടെ കൂടിയിട്ടും പോയി. ഇനിയിപ്പൊ നീയും കൂടെ വന്നാ മതിയല്ലോ. കംപ്ലീറ്റ് കോറം തികഞ്ഞു. എന്തായാലും എനിക്ക് കുറച്ച് ആളുകളുടെ ആവശ്യമുണ്ട്. കാര്യം ഇലക്ഷൻ അല്ലേ വരുന്നത്. അപ്പൊ നമുക്ക് എത്ര ആളുണ്ടെങ്കിലും ഓരോ കാര്യങ്ങൾക്ക് തികയാതെ വരും. പോസ്റ്റർ ഒട്ടിക്കണം, പശ ഉണ്ടാക്കണം, പിരിവ് പിടിക്കണം, ബക്കറ്റൊക്കെ നമുക്ക് മേടിക്കാം. അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അതിനൊക്കെ ആളെണ്ണം വേണമല്ലോ. മെമ്പർ, ഞാൻ സഹായത്തിനുണ്ടാവും. എന്റെ പേര് തന്നെ സഹായദാസനാണ്. മെമ്പർക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും ഞാനുണ്ടാവും. ആ പേരിന്റെ പ്രതിബദ്ധത നീ എന്നോട് കാണിച്ചിരിക്കും മെമ്പർ, കാണിച്ചിരിക്കും. അപ്പൊ ഞാൻ അങ്ങോട്ട് എന്നാ കൂടിക്കോ. നമുക്ക് ആലോചിക്കാം എന്താന്ന് വെച്ചാ. ശരി മെമ്പർ. അഭിവാദ്യങ്ങൾ.